എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിന്റെ 5ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ കേരളത്തിലെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അവിടെ ഇന്നും വിസ്മയമായി തുടരുന്ന ചില അപൂർവ ആചാരങ്ങളെയും കുറിച്ചാണ്. ലങ്കയിൽ ശിവഭക്തനായ ഖരാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. പരമശിവന്റെ അനുഗ്രഹം നേടാനായി ഖരൻ ചിദംബരത്ത് ഇരുന്ന് കഠിനമായി തപസ് ചെയ്തു. അസുരന്റെ ഭക്തിയിൽ പ്രീതനായ കൈലാസനാഥൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പ്രപഞ്ചശക്തി ഉൾക്കൊള്ളുന്ന അത്ഭുത പ്രകാശമുള്ള 3 ശിവലിംഗങ്ങൾ ഖരന് സമ്മാനിച്ചു. എന്നാൽ ഈ ശിവലിംഗങ്ങളുമായി പോകുമ്പോൾ ഒരു നിബന്ധനയുണ്ടായിരുന്നു. അവ എവിടെയെങ്കിലും നിലത്തു വച്ചാൽ പിന്നെ അവിടെ നിന്നും മാറ്റാൻ കഴിയില്ല. ഖരാസുരൻ തന്റെ വലതുകൈയിൽ ഒന്നും ഇടതുകൈയിൽ മറ്റൊന്നും, മൂന്നാമത്തേത് വായ്ക്കുള്ളിലും ഒതുക്കി തെക്കോട്ട് യാത്ര തിരിച്ചു. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഖരൻ പ്രകൃതി ഭംഗി നിറഞ്ഞ ഇന്നത്തെ വൈക്കത്ത് എത്തിച്ചേർന്നു. അല്പം വിശ്രമിക്കാനായി തന്റെ വലതുകൈയിലുണ്ടായിരുന്ന ശിവലിംഗം അവൻ നിലത്തു വെച്ചു. എന്നാൽ വിശ്രമത്തിന് ശേഷം യാത്ര തുടരാൻ നോക്കിയ ഖരൻ ഞെട്ടിപ്പോയി. ആ ശിവലിംഗം ഭൂമിയിൽ ഉറച്ചുപോയിരുന്നു. അത് ദൈവനിശ്ചയമാണെന്ന് മനസ്സിലാക്കിയ അസുരൻ ആ പ്രദേശത്ത് തപസ് ചെയ്യുകയായിരുന്ന വ്യാഘ്രപാദ മഹർഷിയെ ആ ശിവലിംഗത്തിന്റെ പൂജകൾ ഏൽപ്പിച്ച് യാത്ര തുടർന്നു. ശേഷിച്ച 2 ശിവലിംഗങ്ങൾ ഖരൻ പിന്നീട് ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു. ഒരു ദിവസം കൊണ്ട് ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഇന്നും ഭക്തർ വലിയ പുണ്യമായി കരുതുന്നു. വർഷങ്ങളോളം വ്യാഘ്രപാദ മഹർഷി ഇവിടെ ഭഗവാനെ ഭജിച്ചു. ഒടുവിൽ ഒരു വൃശ്ചിക മാസത്തിലെ കർത്തപക്ഷ അഷ്ടമി നാളിൽ പരമശിവൻ പാർവതീദേവിയോടൊപ്പം മഹർഷിക്ക് ദർശനം നൽകി. ഈ പുണ്യദിനമാണ് കേരളക്കരയിലാകെ പ്രശസ്തമായ വൈക്കത്തഷ്ടമി ആയി ആഘോഷിക്കുന്നത്. വ്യാഘ്രപാദ മഹർഷി പൂജിച്ച ഇടമായതിനാൽ ഈ സ്ഥലം ആദ്യം വ്യാഘ്രപാദപുരം എന്നും കാലക്രമേണ അത് ലോപിച്ച് വൈക്കമെന്നും മാറി. കാലങ്ങൾക്ക് ശേഷം ഈ പ്രദേശം കാടുപിടിച്ചു കിടന്നപ്പോൾ ആകാശമാർഗ്ഗെ സഞ്ചരിച്ച പരശുരാമനാണ് ഇവിടെ ഒരു ദിവ്യപ്രഭ കണ്ടത്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ശിവലിംഗം അദ്ദേഹം വീണ്ടെടുക്കുകയും അവിടെ ഇന്ന് കാണുന്ന വട്ടശ്രീകോവിൽ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി പൂജാവിധികൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശപ്പകറ്റുന്ന, കൈയയച്ച് ഊട്ടുന്ന ഭഗവാനായതുകൊണ്ട് തന്നെ വൈക്കത്തപ്പനെ നമ്മൾ ഭക്തിയോടെ അന്നദാനപ്രഭു എന്ന് വിളിക്കുന്നു. പരശുരാമൻ തുടങ്ങിയ വൈക്കത്തപ്പൻ പ്രാതൽ എന്ന മഹാ അന്നദാനത്തിൽ ഭഗവാൻ തന്നെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഭക്തർക്കൊപ്പം സദ്യ ഉണ്ണുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്നേഹത്തോടെ പ്രാതൽ സെൽവൻ എന്നും വിളിക്കാറുണ്ട്. വൈക്കത്ത് ചെന്നാൽ വയറു നിറയും എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഒരു ഭക്തനെയും പട്ടിണിക്കിടുകയുമില്ല എന്ന ഉറപ്പാണ് ഈ നാമത്തിന് പിന്നിലുള്ളത്. മറ്റൊരു അത്ഭുത ആചാരം വൈക്കത്തപ്പന്റെ 3 ഭാവങ്ങളിലുള്ള ആരാധനയാണ്. രാവിലെ വിദ്യയും ജ്ഞാനവും നൽകുന്ന ശാന്തസ്വരൂപനായ ദക്ഷിണാമൂർത്തിയായും, ഉച്ചയ്ക്ക് ശത്രുദോഷം തീർക്കുന്ന ഉഗ്രരൂപിയായ കിരാതമൂർത്തിയായും, വൈകുന്നേരം സർവ്വ ഐശ്വര്യങ്ങളും ചൊരിയുന്ന രാജരാജേശ്വരനായും ഭഗവാൻ ഇവിടെ ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഇവ കൂടാതെ സന്താനലബ്ധിക്കായി ദമ്പതിമാർ നടത്തുന്ന പന്തിരുന്നാഴി വഴിപാടും, ഉത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിനായാട്ടും, ഉദയനാപുരത്തപ്പൻ പിതാവിനെ കാണാനെത്തുന്ന കോടിപ്പൂജയും വൈക്കത്തെ മാത്രം സവിശേഷതകളാണ്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ തൊട്ടടുത്തുള്ള വ്യാഘ്രപാദ തറയിലും കൂവളത്തിൽ ചുവട്ടിലും തൊഴുതു വന്ദിക്കണമെന്നുള്ളതും കാലങ്ങളായുള്ള ആചാരമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭക്തിയുടെയും അന്നദാനത്തിന്റെയും മഹിമയോടെ വൈക്കത്തപ്പൻ ഇന്നും ഭക്തലക്ഷങ്ങൾക്ക് അഭയമേകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വൈക്കം ക്ഷേത്രത്തിന്റെ ഭരണം കൈകളിലായിരുന്ന വൈക്കത്ത് പുതുശ്ശേരി നമ്പൂതിരി എന്ന ക്രൂരനായ ഒരാളുണ്ടായിരുന്നു. അയാൾ ഭഗവാന്റെ ഭക്തരായ വില്വമംഗലം സ്വാമിയാരെ ഒരുപാട് അപമാനിച്ചു. ഇതിൽ ഭഗവാൻ കടുത്ത കോപത്തിലായി. ഒരു ദിവസം പൂജകളെല്ലാം കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിലൂടെ
വലിപ്പത്തോടെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ച പുതുശ്ശേരി നമ്പൂതിരിയെ ആ നടവാതിൽക്കൽ വച്ച് ഒരു വിഷസർപ്പം കടിച്ചു കൊന്നു. ചോര വാർന്ന് അയാൾ അവിടെ വീണ നിമിഷം ഭഗവാന്റെ ഉഗ്രചൈതന്യത്താൽ ആ വമ്പൻ വാതിലുകൾ തനിയെ വലിച്ച് അടഞ്ഞു എന്നാണ് കഥ. ആ ശാപത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്നും ആ പടിഞ്ഞാറേ നട ആരും തുറക്കാറില്ല. ചരിത്രവും ഐതിഹ്യവും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. 20 Days 20 Stories ചലഞ്ചിന്റെ 6ാം ദിനമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.